ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. വെറുതെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിരുന്നപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളും ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്തുട്ടി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി വരാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ പോവുകയാണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോർട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണേ. കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേനും എല്ലാവർക്കും ആകെ ക്ഷീണമായി. നല്ല വെയിലും ഡീഹൈഡ്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മുടെ ഔട്ടിംഗ് പ്ലാൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പാറമേക്കാവ് എത്തിയപ്പോൾ നമ്മൾ തൃശ്ശൂരിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലുള്ള ഗോൾഡൻ മാർക്കറ്റിലേക്കാണ്. എല്ലാവരും 10 രൂപയുടെ കട കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. റീൽസിലൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു കടയാണല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ കട ഒന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും മൊത്തം ഒരു ശശിയായ ക്ഷീണമുണ്ട്. എന്നാലും ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കടകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയായതുകൊണ്ട് എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു കരിമ്പ് ജ്യൂസ് കിട്ടുന്ന കണ്ടായിരുന്നു. അവിടുത്തെ കരിമ്പ് ജ്യൂസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കരിമ്പ് ജ്യൂസാണ്. മാർക്കറ്റിൻ്റെ എൻഡിലാണ് ഈ കരിമ്പ് ജ്യൂസിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ മാർക്കറ്റിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും ഫോൺ കവർ ഇടുന്ന കട കേട്ടോ. ഇന്ന് ഒരുവിധം കടകളൊക്കെ ലീവായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ കൂടെ നമ്മളുള്ള കടകളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി മാർക്കറ്റൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ടു. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ തൃശ്ശൂർ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. വടക്കുന്നതിന് തൊഴുത് എക്സിബിഷനെ കണ്ട് മടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായതുകൊണ്ട് നേരെ പോയത് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പ്രത്യേക ടിക്കറ്റിന് കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. GPക്ക് വേറെ കൗണ്ടർ. ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ടോ. എല്ലാ വർഷത്തെയും പോലെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. കമ്മലിൻ്റെ മാത്രം കളക്ഷൻസ്, പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുപ്പിവളകളുടെ മാത്രം കളക്ഷൻസ്, അങ്ങനെ ഒരുപാട് ഫാൻസി ഐറ്റംസിൻ്റെ കളക്ഷൻസ്. ഞങ്ങളത് കൂടെയൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി. പിന്നെ ഡ്രസ്സുകളുടെ കളക്ഷൻസ് പറയാൻ വയ്യ. പ്ലാസ്റ്റിക് ആണുള്ള സാധനങ്ങളാണെങ്കിൽ അങ്ങനെ. പിന്നെ കപ്പുകളൊക്കെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ബാഗുകളാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞ് പോയത് പഴയകാല മിഠായികളുടെ കളക്ഷനൊക്കെ ആയിരുന്നു. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കണ്ട് കഴിക്കാൻ ആഗ്രഹിച്ച എല്ലാവിധ മിഠായികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പലതും ഇന്നിപ്പോൾ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ പോലും കിട്ടാത്ത തരം മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത സ്റ്റാളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷു കണി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി കണി തന്നെ ഉണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റാളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേസ് വാഷ് കിട്ടി. അതായത് അതൊരു ബഞ്ചാരാസിൻ്റെ സ്റ്റാളായിരുന്നു. പോയത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കോർണറിലേക്കായിരുന്നു കേട്ടോ. ഗുജറാത്ത് മിക്സർ. ഇതൊക്കെ കാണുന്നത് ഗുജറാത്തിലെ മിക്സേഴ്സ് അത്രേ. അവിടുന്ന് എല്ലാം ഞങ്ങൾക്ക് ഒരു ടേസ്റ്റ് നോക്കാൻ തന്നു. അടുത്തത് അച്ചാറുകൾ തന്നെ ഒരു കലവറായിരുന്നു. എന്തിൻ്റെയൊക്കെ അച്ചാറെന്നാ പറയുക, എല്ലാ തരം രാജസ്ഥാനി അച്ചാറുകളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു കേട്ടോ. കാന്താരി അച്ചാർ, പച്ചമുളക് അച്ചാർ, നാരങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ കുറേ അച്ചാറുകൾ. ഞങ്ങളെല്ലാവരും വാങ്ങിയിട്ടില്ലെങ്കിലും എല്ലാ അച്ചാറുകളുടെയും ടേസ്റ്റ് അറിയാൻ വേണ്ടി ടേസ്റ്റ് നോക്കി. കണ്ടോ, ഇന്തുട്ടിയൊക്കെ അത് ടേസ്റ്റ് നോക്കിയിട്ടുള്ള എക്സ്പ്രഷനാണ് കാണുന്നത്. അപ്പോൾ ഞാനും നോക്കി. നല്ല കാന്താരി അച്ചാറായിരുന്നു. അത് കഴിച്ചപ്പോൾ ശരിക്കും കിളി പോയി. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്ര നേരം വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ടപ്പോൾ രേഷ്മയ്ക്ക് ഒരു പൂതി. അവളും കുറച്ച് കഴിച്ച് നോക്കി. അവൾക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ചോക്ലേറ്റ്സിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് തരം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒമാനിൽ നിന്ന് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണെന്ന് അവർ പറയണേ. അതിൽ കുറേ ഒരു ടൈപ്പ് ചോക്ലേറ്റ്സ് മാത്രം അവർ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് നോക്കി ഇഷ്ടമായ ചില സ്നാക്സ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ഇവിടെ ഒരുപാട് ടൈപ്പ് ഗ്ലാസ്സുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുൾ ജ്യൂസുകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ക്രാഫ്റ്റിൻ്റെ സ്റ്റാളുകൾ, അതുപോലെ മൗത്ത് ഫ്രഷ്നേഴ്സിൻ്റെ സ്റ്റാളുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടാതെ ജ്വല്ലറി ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം ഐറ്റംസ്, അതുപോലെ ഷോക്കേസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കറങ്ങി കണ്ടു. എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിനനുസരിച്ച് ഇവിടെ എക്സിബിഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കണ്ട എക്സ്പീരിയൻസിൻ്റെ ഒരു സംഭവമാണ്. അത്രയും സ്റ്റോളുകൾ നടന്നു കഴിയുമ്പോൾ ശരിക്കും ക്ഷണിക്കും കേട്ടോ. പിന്നെ അവിടെ ബജ്ജിയും ഐസ്ക്രീംസും ജ്യൂസൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. സ്റ്റോളുകളിലേക്ക് അവസാനം ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതും കുറച്ച് നേരം നോക്കി കണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇരുട്ടുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരക്കുന്ന പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ അമ്പലത്തിന് ഫ്രണ്ടിലേക്ക് എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല. ഇനി വടക്കുന്നാഥനെ കാണലായിരുന്നു അടുത്ത ലക്ഷ്യം. നേരെ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴോ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ കൂടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ നേരത്തെ അമ്പലത്തിൽ തൊഴുകാൻ വരുന്നത്. ഇന്ത്യക്കാണെങ്കിൽ ആദ്യമായിട്ട് വരുന്നതിന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും തൊഴുതിറങ്ങിയപ്പോഴേക്കും ശരിക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പാറമേക്കാവ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്ത് രസം അറിയോ ആ ഒരു ഗ്രൗണ്ട് കാണാൻ തന്നെ. ഹോളിഡേ ആയതുകൊണ്ട് അപ്പോഴും നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും വേഗം വീട്ടിലെത്തണമല്ലോ. സമയപ്പോഴേക്കും കുറേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റൗണ്ടൊക്കെ ഒന്ന് ചുറ്റി ആ ട്രാഫിക്കിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, കാറിലങ്ങ് വൈബാക്കി. അപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറേ അന്വേഷിച്ച ശേഷം ഒരു കട കണ്ടിട്ട് അവിടുന്ന് നല്ല ബിരിയാണി കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. 11 മണിയായി വീടെത്തിയപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ കൂടിക്കോട്ടോ. എന്നാൽ ബൈ.